ഇന്നാണെങ്കിൽ കുക്കിങ്ങോ ട്രാവലിംഗ് വീഡിയോ ഒന്നുമല്ല. ഇന്നൊരു പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോ. ഈ പള്ളിപ്പെരുന്നാൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നെല്ലിക്കുന്നത്ത് ഓർത്തഡോക്സ് ചർച്ചാണ്. എൻ്റെ മദറിൻലോയുടെ പള്ളി ഇത്. എല്ലാ വർഷവും റിലേറ്റീവ്സ് നമ്മളെ പള്ളിപ്പെരുന്നാളിന് ക്ഷണിക്കാറുണ്ട്. ഈ ഫൂട്ടേജസ് എല്ലാം ഷൂട്ട് ചെയ്ത് വന്നിരിക്കുന്ന വചന ഓർക്കസ്ട്രയാണ്. അപ്പോൾ അവർ അടിപൊളിയായിട്ട് സംഭവം എല്ലാം ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് വീഡിയോസ് തന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പള്ളിപ്പെരുന്നാൾ, എല്ലാ വർഷവും ഇങ്ങനെ ആഗ്രഹിക്കും ഈ പള്ളിപ്പെരുന്നാൾ വരാൻ വേണ്ടി. എപ്പോഴും ഒരു മാനസികമായിട്ട് ഭയങ്കര അടുപ്പമുള്ളൊരു പള്ളിയാണ് ഈ നെല്ലിക്കുന്നത്ത് പള്ളി. അവരുടെ അലങ്കാരങ്ങളും അവരുടെ ശുശ്രൂഷകളും പിന്നെ ചെണ്ടമേളവും പിന്നെ ആകാശദീപക്കാഴ്ചയും ഇതെല്ലാം കാണാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും ഇവിടെ വരാറുള്ളത്. പിന്നെ മെയിനായിട്ട് അവരുടെ ഫുഡ്, ചോറും ബീഫും ചമ്മന്തിയും മോരും. ഒരന്യായ ടേസ്റ്റാണ് ഇവരുടെ ഫുഡിന് എപ്പോഴും. ഈ പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പെരുന്നാൾ വരെ ഇവരുടെ ഈ ഫുഡിൻ്റെ ടേസ്റ്റ് ഓർമ്മ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ ബാക്കി പുറകെ പറയാം. എന്നാൽ പിന്നെ എൻ്റെ ചാനലിലേക്ക് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെയിൽസ് ഓഫ് ഹിമ. ഞങ്ങളാണെങ്കിൽ ഒരു 7 മണിയായപ്പോഴേ പള്ളിയിലെത്തിയായിരുന്നു. പള്ളിയിൽ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. പള്ളി അലങ്കരിച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ LED ബൾബിൻ്റെ കളിയായിരുന്നു. അവർ അടിപൊളി രീതിയിൽ ബൾബുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് പള്ളീനെ സൂപ്പറാക്കി എന്ന് പറയാം. നമുക്കത് ചെല്ലുമ്പോഴേ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് ചെല്ലുന്നത് പോലെ നമുക്ക് തോന്നും. അതുപോലെ അവർ ചെയ്ത്. പിന്നെ പുണ്യാളൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഞാനാണെങ്കിൽ മർത്തോമയാണ്, അപ്പോൾ ഓർത്തഡോക്സിനെ കുറിച്ചൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തൊന്നുമില്ല. പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പരിപാടികളും പോയി കാണണം, പങ്കെടുക്കണം, നമ്മൾ അതിനെപ്പറ്റി അറിയണം എന്തൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കുറേ ആൾക്കാരുണ്ട് ഇതൊന്നും അറിയാത്തുള്ളൂ. അവർക്കൊരു ഇൻഫോർമേഷന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകം പറഞ്ഞ് ഫുട്ടേജ് എടുത്ത് ഞാൻ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതുപോലെ തന്നെ റാസയ്ക്ക് അവർ അലങ്കരിച്ച് കൊണ്ടുവന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. അത് ഒരു രക്ഷയില്ല. ഇതിനെന്തോ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നുപോയി. പിന്നെ തമ്പോലം ഉണ്ടായിരുന്നു. ഇതിവിടുത്തെ മെയിനാണ്, ചെണ്ടമേളവും തമ്പോലവും. അപ്പോൾ അതിൻ്റെ പുറയിലൊക്കെ അച്ഛന്മാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അടിപൊളി തമ്പോലമായിരുന്നു, ഒരു രക്ഷയില്ലാത്തൊരു തമ്പോലം. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും അവിടെ പള്ളിയിലുള്ള ആൾക്കാർ മൊത്തം ഇങ്ങനെ വിളക്കുകൾ കൊണ്ട് ഇങ്ങനെ നടക്കും, റാസയായിട്ട് നടക്കും. അതേപോലെ കുടയുണ്ട്, മുത്തക്കുട പോലത്തുള്ള. ഇത് നമ്മളിങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഇവരിങ്ങനെ വരുന്നതും തൊട്ടപ്പുറത്ത് തന്നെ ചെണ്ടമേളം, ഇപ്പുറത്ത് തമ്പോലം. പിന്നെ ആൾക്കാരെല്ലാം ഇങ്ങനെ ക്ഷമയോടെ വരിയായിട്ട് ഇവിടെ നെല്ലിക്കുന്നം തൊട്ട് കടലാവള വരെയാണ് ഇവർ പോകുന്നത്. അങ്ങനെ അത്രയും ദൂരം ഇവർ നടന്ന് വഴിയിലൊക്കെ റിഫ്രഷ്മെൻ്റൊക്കെ കുറേ പേര് ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ കണ്ടായിരുന്നു. കപ്പുകളൊക്കെ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരിങ്ങനെ ഒരു ശാന്തതയോടെ പോയിട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാം. ഞങ്ങളാണെങ്കിൽ റാസയുടെ കൂടെ പോയില്ല. ഞങ്ങൾ ഇവരുടെ ഇത് മുഴുവൻ നെല്ലിക്കുന്നത്ത് നിന്ന് തന്നെ കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പള്ളിയിലോട്ട് കയറുക ചെയ്തത്. ഞങ്ങളിവരുടെ പുറകെ പോയില്ല. എനിക്ക് അത്രയും നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പോവാനേ. ഇവർ തിരിച്ചു വരുമ്പം കാണാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇവർ തിരിച്ച് വന്നിട്ട് പള്ളിക്ക് ചുറ്റും പ്രദർശനമായിരുന്നു. 3 വട്ടം പ്രദർശനം ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ കൊടകളും ഈ ആൾക്കാരും, പിന്നെ ഫ്രണ്ടിൽ ചെണ്ടമേളം, അതിൻ്റെ ബാക്കിൽ തമ്പോലം, പിന്നെ വലിയൊരു കുരിശുണ്ട്. പിന്നെ ഇതും ഇങ്ങനെ കുരിശും ചുമന്നുകൊണ്ട് ഈ പള്ളിയുടെ ചുറ്റും ഒരു 3 പ്രാവശ്യം ഇങ്ങനെ പ്രദർശനം ചെയ്യും. ആ സമയത്ത് തന്നെ ആകാശത്ത് ദീപക്കാഴ്ചയുണ്ട്. പിന്നെ ഞങ്ങളുടെ ബന്ധുക്കളെയൊക്കെ കണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ ബന്ധുക്കളോട് സംസാരിക്കുന്നതും പിന്നെ അവരെ കാണുന്നതും ഒക്കെ. കുറേയേറെ ബന്ധുക്കളെ നമ്മൾ കണ്ടായിരുന്നു. കുറേ ആൾക്കാരോട് നമ്മൾ സംസാരിച്ചായിരുന്നു, കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ്. ആ സമയം തന്നെ ആകാശദീപക്കാഴ്ച ഉണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ട്. ഇതൊരു രക്ഷയില്ലാത്ത ആകാശദീപക്കാഴ്ചയായിരുന്നു. കാരണം കുറേയേറെ, എനിക്ക് തോന്നുന്ന ഒരു മണിക്കൂറോളം അവർ ആകാശദീപക്കാഴ്ച നടത്തിയെന്നുള്ളത്. അത്രയ്ക്കേറെ സാധനങ്ങൾ അവരവിടെ പൊട്ടിച്ച്. ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നമ്മൾ സാധാരണ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ ആകാശദീപക്കാഴ്ചയൊക്കെ കാണുന്നത്. പക്ഷേ ഒരു സൈഡിൽ പരിപാടി നടക്കും, ഒരു സൈഡിൽ മേളിൽ ആകാശദീപക്കാഴ്ചയും, താഴെ നോക്കുമ്പോഴത്തേക്ക് ചെണ്ടമേളവും തമ്പോലവും തമ്മിലുള്ള മത്സരമായിരിക്കും. അപ്പോൾ ആ സൈഡിൽ കൂടെ ഇതും നടക്കും.
അങ്ങനെ നല്ല രീതിയിലൊരു പെരുന്നാളിന് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ പെരുന്നാൾ എങ്ങനെ കാണുന്നു അതേപോലെയായിരുന്നു ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മുകളിൽ ആകാശദീപ കാഴ്ചയും താഴെ ചെണ്ടമേള എന്ന്. ഇവരാണെങ്കിൽ എന്തൊരു എനർജിയാണെന്നറിയുമോ ഈ ചെണ്ടമേളത്തിൽ. കാരണം ഇവർ ഈ റാസയ്ക്ക് ഒരു 3 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും, എനിക്ക് തോന്നുന്ന ഒരു 6 കിലോമീറ്ററോളം ഇവർ നടന്നെന്ന് തോന്നുന്നു. ഇവിടുന്ന് അവിടം വരെ പോയി തിരിച്ച് അതേപോലെ ഇങ്ങ് വരെ വന്നല്ലോ. അപ്പം അത്രയും നടന്നു കഴിഞ്ഞിട്ട് ഇവർ ഈ പള്ളിക്ക് ചുറ്റും 3 പ്രാവശ്യം പ്രദർശനം നടത്തി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് 1 മണിക്കൂർ പുറത്തായെന്ന് തോന്നുന്നു. അത്രയും നേരം ഇവർ ആ ചെണ്ടമേളം ചെയ്തു. ഇവരുടെ എനർജി ഒരു രക്ഷയില്ല. പിന്നെ പള്ളിക്കകത്ത് ഇതുണ്ടായിരുന്നു, ശുശ്രൂഷ ഉണ്ടായിരുന്നു. അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് കുറേയേറെ ശുശ്രൂഷയും അവരുടെ ഓർത്തഡോക്സ് രീതിയിലുള്ള കുറേയേറെ ശുശ്രൂഷ. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറയാനൊന്നും അറിയത്തില്ല, പക്ഷെ അത് കാണാൻ തന്നെ നല്ല രസമാണ്. ധൂപക്കുറ്റി വീശുന്നതും പിന്നെ അതിൻ്റെ ആ സുഗന്ധവ്യഞ്ജനങ്ങളുടെ എല്ലാം ഈ മണമെല്ലാം ഈ പള്ളിക്കകത്തോട്ട് കയറുമ്പോഴേ നമുക്ക് കിട്ടും. അപ്പം നമ്മളറിയാതെ തന്നെ നമ്മളൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഇങ്ങനെ പോകും. കാരണം ആ ഒരു സറൗണ്ടിങ്സ് മുഴുവനും ആ രീതിയിലുള്ളതായിരിക്കും ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ തന്നെ അകത്ത് കയറി നമ്മൾ പ്രാർത്ഥിച്ചു. അതുപോലാണ് അവരുടെ ആരാധനകളും ചൊല്ലുകളും എല്ലാം കേൾക്കാനുള്ള പാട്ട്. ഈ ഈണത്തിൽ അച്ഛനും കൂടുള്ള അച്ഛന്മാരും പിന്നെ ജനങ്ങളും പിന്നെ കൊയറും ഉണ്ട് ഇതിൻ്റെ സൈഡിൽ. അവരെല്ലാം ഒരേ രീതിയിലാണ് പാട്ട് പാടുന്നത്. അച്ഛന്മാർ ചൊല്ലുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവരും ചൊല്ലും. അപ്പം ആൾക്കാരെല്ലാം അതേപോലെ തന്നെ ചൊല്ലുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു അത്ഭുതകരമായിട്ട് തോന്നും. കാരണം നമുക്ക് എപ്പോഴും പാട്ട് പാടുമ്പോഴൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇവർക്കാണെങ്കിൽ അത് ഞാൻ അവിടെ ആ ഒരു അരമണിക്കൂർ അതിനകത്ത് നിന്നപ്പോൾ തന്നെ ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. അവർ അത്ര നല്ല രീതിയിൽ മനോഹരമായിട്ട് പാടി അവരുടെ പെരുന്നാൾ അവർ നല്ല രീതിയിൽ ആഘോഷിക്കുമായിരുന്നു. ആത്മീയമായിട്ടാണെങ്കിലും അതേപോലെ ഇവിടുത്തെ ജനങ്ങളെ പറയേണ്ട ഒരു കാര്യം, ആ പള്ളിക്കകത്ത് നിന്ന് കഴിഞ്ഞിട്ട് ഒരാൾ സംസാരിക്കുന്നത് പോലും ഞാൻ കേട്ടില്ല. ഈ അച്ഛൻ പറയുന്ന ശുശ്രൂഷകൾക്ക് അതിന് അനുസരിച്ച് അവർ കുരിശ് വരയ്ക്കുകയും അതേ രീതിയിൽ അവർ ക്ഷമയോടെ നിന്ന് ആ ചൊല്ലുകളൊക്കെ ചൊല്ലി കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. പിന്നെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഒരേ തരത്തിലുള്ള ഫുഡ് തന്നെ, ചോറും ബീഫും ചമ്മന്തിയും മോരും, പൈനാപ്പിൾ മോരാണ്. അപ്പോൾ ബീഫാണെങ്കിൽ നല്ല ഇളം ബീഫ്, നല്ല ടേസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത പെരുന്നാൾ വരെ നമ്മൾ ഇതിൻ്റെ ഫുഡിൻ്റെ അത്ര നല്ല ഫുഡായിരുന്നു. നമ്മുടെ ആ ടേസ്റ്റ് ആണെങ്കിൽ നമ്മുടെ നാക്കിന് തുമ്പിലേക്കും. അത് ഒത്തിരി ഏറെ കറികളൊന്നുമില്ല. എപ്പോഴും ഇവിടെ സ്പെഷ്യലി ഈ 3 ഐറ്റം. അത് ചമ്മന്തി തന്നെ എനിക്ക് തോന്നുന്നു ഇടിച്ച ചമ്മന്തി അവർ യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ആ ചമ്മന്തിയുടെ ടേസ്റ്റ്. പിന്നെ നല്ല രീതിയിൽ മനോഹരമായ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് മൊത്തം ഫിനിഷ് ചെയ്ത് ഞങ്ങൾ പതിയെ അവിടുന്ന് ഇറങ്ങി ബാക്കിയുള്ള ആകാശദീപ കാഴ്ചയും കണ്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് അവിടെ ഇങ്ങനെ ആകാശദീപ കാഴ്ച പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മളെ വിളിച്ച് കയറ്റും. അവർക്കറിയാം നമ്മൾ ഈ പള്ളിയിൽ ഉള്ള ആൾക്കാരല്ല എന്ന്. പക്ഷേ എന്നാലും അവർ നമ്മളെ വിളിച്ച് അകത്ത് കയറ്റി എന്നിട്ട് പറയും കഴിച്ചിട്ടേ പോവാവൂ, അവരുടെ പോയാൽ മതി. എന്നിട്ട് കുറേ ആൾക്കാരുടെ അടുത്ത് അവർ വന്ന് ചോദിച്ചായിരുന്നു കഴിച്ചോ. അങ്ങനെ എല്ലാവരെയും നിർബന്ധിച്ച് കയറ്റി അവർ ആഹാരം കഴിപ്പിച്ചിട്ടേ അവിടുന്ന് വിടത്തുള്ളൂ. കുറേയേറെ ഫുഡ് അങ്ങനെ പെട്ടെന്ന് തീരത്തൊന്നുമില്ല. ഇഷ്ടംപോലെ ഫുഡ് അവർ നമുക്ക് വേണ്ടി കരുതിയേക്കും. ചിലപ്പോൾ അവർക്കറിയില്ല നമ്മൾ വരുമോ ഇതൊന്നും നേരത്തെ അറിയത്തൊന്നുമില്ലല്ലോ, പ്രതീക്ഷിക്കാതെ വരുന്ന ആൾക്കാരല്ലേ. അതേപോലെ അവർ അത്രയ്ക്കുള്ള ഫുഡ് അവർ കരുതും, നമ്മളെ നല്ല രീതിയിൽ സ്വീകരിക്കും. പിന്നെ പുറത്തെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പുറത്തെ വീണ്ടും
കാഴ്ചകളും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പതിയെ തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. നല്ലൊരു പെരുന്നാളും കൂടാൻ പറ്റി. എല്ലാ കാര്യങ്ങളും കാണാനും പറ്റി, കഴിക്കാനും പറ്റി, അനുഭവിക്കാനും പറ്റി. അങ്ങനെ നല്ലൊരു മനോഹരമായൊരു ദിവസമായിരുന്നു ഈ പള്ളി പെരുന്നാൾ നടന്നത്. പിന്നെ എനിക്ക് താങ്ക്സ് ഉള്ളത് വചന ഓർക്കസ്ട്രയോടാണ്. നമ്മുടെ ഈ ഫൂട്ടേജ് എല്ലാം അവർ നല്ല രീതിയിൽ കോപ്പി ചെയ്ത്, സ്പെഷ്യൽ താങ്ക്സ് ടു ജിജോ ചാച്ചൻ ആൻഡ് ജോസ്. അവനാണ് എനിക്ക് ഇത് ഫുട്ടേജ് മൊത്തം എടുത്ത് തന്നത്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ, ബായ്.